ഹായ്, ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് റിസൾട്ട്സിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. ബിക്കോസ് US ഇറാൻ ബന്ധം അത്ര കറക്റ്റായിട്ടല്ല പോകുന്നത്. അപ്പോൾ ഈ വീക്കെൻഡിലും എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ എപ്പോഴും പറയാറുണ്ട്, വീക്കെൻഡിൽ എപ്പോഴും ഒരു നല്ലൊരു ഒരിക്കലും വലിയൊരു പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്തത് സ്റ്റോക്കിലാണെങ്കിലും അത് ഓപ്ഷൻസിലാണെങ്കിലും എന്ന് സ്ഥിരമായിട്ട് പറയാറുണ്ട്. സോ മാർക്കറ്റിൽ ഇന്ന് അതേ സിറ്റുവേഷൻ തന്നെയാണ് സംഭവിച്ചത്. മാർക്കറ്റ് എവിടെയാണോ ക്ലോസ് ചെയ്തിരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മേളിൽ ക്ലോസ് ചെയ്തതെന്നാണ് അറ്റ്ലീസ്റ്റ് പിടിച്ചു നിൽക്കുന്നതെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് നേരെ അതിൻ്റെ 200 പോയിൻറ്റ്സ് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യുന്നു. അതൊരു നെഗറ്റിവിറ്റിക്കുള്ള ഒരു സാധ്യത കാണിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇനി ഏറ്റവും കൺസേണിങ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും ഷൂട്ടായി കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഇൻഫ്ലേഷനും ബാക്കിയുള്ള മറ്റ് എല്ലാ പാരാമീറ്റേഴ്സിലും കാര്യമായിട്ടുള്ള വ്യത്യാസം ഇനി വന്നു തുടങ്ങും. ഒരു 3 മാസത്തിന് മേളിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് മേളിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റ് നടപടികളിലേക്ക് അതിൻ്റെ മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിലേക്ക് പോകേണ്ടി വരുമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരുന്നു. സോ ഓൾമോസ്റ്റ് ആ ഒരു ടൈം ലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു വറിയിങ് ഫാക്ടർ ആയിട്ടായിരിക്കണം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പിന്നെ US അറ്റാക്ക് ചെയ്തു ഇറാൻ്റെ നേവൽ ബേസിലും മറ്റ് സ്ഥലങ്ങളിലും. തിരിച്ചും അത് തന്നെയാണ്, കുറേ കാർഗോ ഫ്ലൈറ്റ്സിനെ അറ്റാക്ക് ചെയ്തു ഇറാനും. സോ അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ മാർക്കറ്റിൽ എന്തായാലും ഒരു നെഗറ്റിവിറ്റി വീണ്ടും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പുതിയ പൊസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. മൺഡേ നല്ല പൊസിഷൻസ് കിട്ടിയാൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും മാർക്കറ്റ് ഇന്ന് മൺഡേ പ്രത്യേകിച്ച് ഒരു നല്ലൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ മാർക്കറ്റിൽ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഒരു ചെറിയൊരു ആംഗിളിൽ മാർക്കറ്റ് ഇങ്ങനെ പതുക്കെ റിക്കവർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഈ റിക്കവറി ഫേസിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന, ഞാൻ കുറച്ചുകൂടെ ഇതിനൊന്ന് ചെറുതാക്കേണ്ടത്, ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ആയിരുന്നു. സോ അസെൻഡിങ് ഫേസിലായിരുന്നു മാർക്കറ്റ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് ഇതിൻ്റെ ലോവർ സൈഡിലാണ്. അപ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 24,200 റേഞ്ചിലാണ്. ഓക്കെ, മാർക്കറ്റ് ഓപ്പണിംഗ് പ്രൈസ് ഒറ്റ സെക്കൻഡ്. ഗിഫ്റ്റ് നിഫ്റ്റി 24,000 റേഞ്ചിലാണ് ഓപ്പൺ ചെയ്തത്. 24,240 ആണ് ഇപ്പോൾ കാണിക്കുന്നതെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഓൾമോസ്റ്റ് ഇതേ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീപ്പറായിട്ട് ഇറങ്ങാം. അപ്പോൾ ഇന്നത്തെ ഡേ അനാലിസിസ് കൂടെയാണ് ഈ പറയാൻ പോകുന്നത്. ഓക്കെ, മാർക്കറ്റ് അത്യാവശ്യം ഈ ഒരു സൈഡ് വേസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് ഇതിൻ്റെ ഹയർ ലൈനിലേക്ക് വന്നിരുന്നു. മാർക്കറ്റിന് മേളിലേക്ക് കയറി പോകാൻ ഒരു ചെറിയൊരു ട്രിഗറിങ് ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു. അത്ര പവർഫുൾ അല്ല, ഈ ക്യാൻഡിൽസ് കണ്ടാൽ അറിയാം അത്ര പവർഫുൾ അല്ല എന്നുള്ളത്. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഏരിയ യൂഷ്വലി 24,240 റേഞ്ചിൽ, അതായത് ഈ ഒരു ബോക്സിൻ്റെ മേളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം എന്നുള്ളതായിരുന്നു മാർക്കറ്റിൻ്റെ ഒരു ഡിസിഷൻ. മാർക്കറ്റ് വന്ന് ഒരു മൊമെൻറ്റം ഈ ഒരു ഏരിയയിൽ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഒന്നുകിൽ മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് കയറി പോവുക എന്നുള്ളൊരു പ്രോബബിലിറ്റി, ഓറൽസ് ഇത് കയറിപ്പോയി ഇങ്ങനെ ഇന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു പ്രോബബിലിറ്റി ഇരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്നിട്ട് ഫാർ ബിലോ ആണ്. ഇവിടെ 24,100 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഓക്കെ, 24,100 എന്ന് പറയുന്നത് ഞാനിപ്പോൾ 80ലാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അടുത്തത് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, അതായത് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിന് ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. സോ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. 24,040 എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. 24,040 എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിൽ തൊട്ടടുത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത് 23,960 എന്നിങ്ങനെയുള്ള ഒരു ഏരിയ. 24,960. അടുത്തത് 24,040. ഓക്കെ, 24,040. അതിനുശേഷം 24,100
നോക്കുക എന്നുള്ളതാണ്. 100 അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അടുത്ത് 180 ആൻഡ് 240 എന്നിങ്ങനെയുള്ള ലെവൽസാണ്. മാർക്കറ്റിന് മുകളിലേക്ക് കയറിപ്പോകാൻ ഇന്ന് പ്രത്യേകിച്ച് റീസൺ ഇല്ല. അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് ഈ ഒരു സ്ഥലത്ത് സൈഡ് വൈസ് പോയാൽ പോലും ദാറ്റ് ഈസ് നൈസ്. 24,040 ടു 24,120 റേഞ്ചിലൊക്കെ നിന്നാൽ പോലും ദാറ്റ് ഈസ് നൈസ്. പക്ഷെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് എങ്ങനെ പോയാൽ 24,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,920 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. 23,920. അതിനുശേഷം 880 സ്ലൈറ്റ്ലി ഉണ്ട്, എന്നാലും അടുത്തത് 800, 23,800 ഏറ്റവും മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട്. 23,720 അത് പോകത്തില്ല. 23,800 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ മാർക്കറ്റ് വീഴുവാണെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിരുന്നാൽ മതി. സോ ഇത്രയും ലെവൽസ് ആണ് ഇമ്പോർട്ടൻ്റ്. സോ 24,040 എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. 24,100, 24,240 എന്നിങ്ങനെ 3 ലെവൽസ് മേളിലേക്കും താഴേക്ക് 23,920, 880, 800 എന്നിങ്ങനെ 3 ലെവൽസ് താഴെ. ഇൻ കേസ് അത് വിട്ടുപോയാൽ ഇതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 23,720 എന്നിങ്ങനെ ലെവൽസ് ആണ് ഇവിടെ പറഞ്ഞു തന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ആയിരിക്കും ആദ്യം നടക്കുക. സോ കൃത്യമായിട്ടുള്ളൊരു SL വെച്ചുകൊണ്ട് നിങ്ങളുടേതായ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഈ വാച്ച് ലിസ്റ്റ് ഇല്ലെങ്കിൽ ഈ ഒരു ട്രേഡിംഗ് പാറ്റേൺ ഒന്ന് കീപ്പ് ചെയ്യുക. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.